പ്രിയപ്പെട്ട സ്നാനത്താലല്ലാതെ പാപമോചനമില്ല. മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നിഖ്യാവിശ്വാസ പ്രമാണം ആമേൻ ചൊല്ലി അവസാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആദ്യ നൂറ്റാണ്ടുകളിൽ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരെയാണ് അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയത്. വിശ്വസിക്കുന്നവർ അപ്പോസ്തലന്മാരോട് കൂടെ ചേർന്ന് ആ വെള്ളത്തിൽ പൂർണ്ണമായിട്ടും നിമഞ്ജനം ചെയ്യപ്പെടുമായിരുന്നു. എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കുന്നതിന് തുല്യമാണ്. അവന്റെ ഇടവും ബലവുമുള്ള രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ആ കള്ളനായിരിക്കുന്നവൻ മാനസാന്തരത്തിൽ നിന്ന് ഒറ്റ കാര്യത്തിൽ എന്താണ് സ്വർഗത്തിലേക്ക് പോയി. അതേ സ്വഭാവമുള്ള മറ്റേ കള്ളനും മാനസാന്തരപ്പെടുവാൻ കഴിയുമായിരുന്നെങ്കിൽ അവനും അവനോട് കൂടെ പർദീസയിലേക്ക് പോകുമായിരുന്നു. എന്നാൽ അവന്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ നിങ്ങളുടെ അനേകരുടെ ഹൃദയം സുവിശേഷത്തിന് മുമ്പിൽ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട, സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. ഒരിക്കലും അവൻ യോർദാൻ നദിയിലേറ്റ സ്നാനമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ബാല്യകാലങ്ങളിൽ വളരെ ശിശുക്കളായിരുന്നപ്പോൾ മാതാപിതാക്കൾ ചെയ്ത മാമോദീസയെ പറ്റിയല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കണം. കണ്ടോ, ആ കള്ളം പറഞ്ഞു, ഞാൻ എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ഏറ്റുപറയണം. ഞാനോ എന്റെ പാപത്തിൽ മരിക്കുന്നു, എന്നാൽ എന്റെ യേശുക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി ശിക്ഷയേറ്റ് മരിക്കേണ്ടി വന്നു. ഇത് അംഗീകരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കുന്നതാണ് സ്നാനം. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം യോർദാൻ നദിയിൽ യോഹന്നാനിലേറ്റ സ്നാനമല്ല. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി. ലൂക്കോസ് 12:49-50 പറഞ്ഞു, ഞാൻ ലോകത്തിൽ തീയിടുവാൻ അത്ര വന്നത്, അതിപ്പോഴേ വീണ് കത്തിയിരുന്നു ഞാൻ ആശിക്കുന്നു, എങ്കിലും ഇനി എനിക്കൊരു സ്നാനം ബാക്കിയുണ്ട്, അതിനുവേണ്ടി ഞാൻ ഞരങ്ങിയാണ്. ആ സ്നാനം ക്രൂശിലെ മരണമാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിരിക്കുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കുകയാണ്. ആ രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ യേശുക്രിസ്തുവിനോട് കൂടെ മാനസാന്തരപ്പെട്ടിട്ട് മരിച്ചു, അവൻ നിത്യതയിലേക്ക് പോയി. മറ്റേ കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ചു, സ്നാനം വെച്ചു, അവൻ നശിച്ചുപോയി.